റമളാനിന്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ എന്ത് ചോദിക്കണമെന്ന് പുണ്യ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹുൽ അഫ്വ, അല്ലാഹുവോട് മാപ്പ് ചോദിച്ചോളീൻ. മനസ്സിലായില്ലേ? പുണ്യ നബിയും ചോദിക്കും, സഹാബികളെ കൊണ്ട് ചോദിപ്പിക്കും, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ, നീ ഏറ്റവും മാപ്പ് ചെയ്യുന്നവനാണ്, കരീമുൻ ഏറെ ഔദാര്യമുള്ള മാന്യനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ്, ഫഅഫു അന്നീ, എന്നെ തൊട്ട് മാപ്പ് ചെയ്യണമേ. നമ്മളെപ്പോലെയല്ല, നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിച്ചാൽ നമ്മൾ പറയും, ഇപ്പൊ മാപ്പിനോട് പോയിക്കോട്. മതാ ആതലക ആതുലക ലിസാനക ബിത്വലബ് ഫഅലം അന്നഹു യുരീദു അൻ യുതീക. അർത്ഥം, മതാ അതുലക ലിസാനക, നിന്റെ നാവിനെ അവൻ അഴിച്ചിട്ട് തന്നാൽ, ബിത്വലബി, അവനോട് യാചിക്കൽ കൊണ്ട് അഴിച്ചിട്ട് തന്നാൽ, ഫഅലം, ഉറപ്പിച്ചോ, അന്നഹു യുരീദു അൻ യുതീക, അവൻ നിനക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിനക്ക് ദുആ സഹ്ലാണെങ്കിൽ ഉറപ്പിച്ചോ, അടുത്ത് നിനക്ക് എന്തോ കിട്ടാൻ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ നാവിന് കിട്ടൂല. മനസ്സിലായോ പറഞ്ഞത്? ഇതൊക്കെ ആപ്തവാക്യം പോലത്തെ വാക്യങ്ങളാണ്. ഞാൻ ഹിക്കമിൽ നിന്നാണ് വായിച്ചത്. ഹിക്കമിന്റെ അതിനേക്കാളും വലിയൊരു കിതാബ് പിന്നെ അതിന്റെ ശേഷം ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിൽ ലോകത്തെ സൂഫി മതാണ്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അവര് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മൂസി തങ്ങളുടെ ശിഷ്യനാണ്. അബുൽ അബ്ബാസ് ആകട്ടെ അബുൽ ഹസൻ ഷാദുരി തങ്ങളുടെ ശിഷ്യനാണ്. അബുൽ ഹസൻ ഷാദുരി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെക്കാളും മഹാനാണെന്ന് പറയുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. ഹിക്കമിൽ നിന്നാണ് വായിച്ചത്. എന്താ വായിക്കുന്നത്? 210 പേജ് ഈ കാത് കൂട്ടി വായിക്കണം. ഇതാ ഹിക്കമിന്റെ വ്യാഖ്യാനത്. മതാ അതുലക ലിസാനക, നിന്റെ നാവിനെ അവൻ അഴിച്ചിട്ട് തന്നാൽ, ബിത്വലബി, അവനോട് യാചിക്കൽ കൊണ്ട്. നിനക്ക് എളുപ്പത്തിൽ ദ്വാരക്കാൻ കഴിയുന്നുണ്ട്. എവിടെ പോയാൽ നിനക്ക് ദ്വാരക്കാൻ തോന്നുന്നുണ്ട്. പോക്കിനും വരവിനും ഇരുത്തത്തിനും നടത്തത്തിനും കടത്തത്തിനും ഒക്കെ നിനക്ക് ദ്വാരക്കാൻ ഒരു പ്രയാസമില്ല എങ്കിൽ, ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ യുഅതിയക, നിനക്ക് തരാൻ. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. പല അനുഭവങ്ങളും, 1, 2, 10, 100 അല്ല. ചില സംഗതിക്ക് ദ്വാരക്കണം വിചാരിക്കും, അങ്ങോട്ട് കഴിയൂല. ആ വാസന അടിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുക, നടക്കൂല. ചില സംഗതിക്ക് ബേക്കിന്ന് തള്ളും പോലെ തോന്നും. മൊബൈൽ ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു തഹജ്ജുദ് നിസ്കരിച്ചൊന്ന് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്ക് അലാറം വെച്ചാൽ നമ്മൾ 2:45 എണീക്കും. അലാറം നമ്മളാണ് ഓഫാക്കുക. ഞാൻ അടിക്കണ്ട, ബാക്കിയുള്ളവരും കൂടി ഉണരണ്ട. നമുക്കവിടെ അലാറത്തിന് ആവശ്യം വരില്ല. പക്ഷെ അലാറം അങ്ങനെ അടിച്ചു പോകും. 3, 3:10, 3:20, 3:30, 3:40 ഒക്കെ കഴിഞ്ഞ് ഇതിനൊക്കെ അലാറം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുടു ഒക്കെ അടിച്ചിട്ടുണ്ട്. അവസാനം 4:50. പിന്നെ അവിടെ എന്തേ ഉള്ളൂ, ഒന്ന് ടോയ്ലറ്റിൽ പോയി വരിക, അത്താഴം കഴിക്കുക, കഴിഞ്ഞു. ഒന്നും നടന്നില്ല. അത് നിനക്ക് തരാൻ അല്ലാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എപ്പോഴും നാവിൻ്റെ കെട്ടഴിക്കാൻ നോക്കാറുണ്ട്. പഠിച്ചവനെ, എനിക്ക് ദ്വാരക്കാൻ തൗഫീഖ് തരണം. ദ്വാ ഉണ്ടെങ്കിൽ ഇജാബത്തുണ്ടാവും. ഇനി ഇതിൻ്റെ അപ്പുറം എന്താ പറയണ്ടേ? മതാ, എപ്പോഴെല്ലാം അതുലക, അവൻ അഴിച്ചിട്ട് തന്നു, ലിസാനക, നിന്റെ നാവിനെ, എങ്കിൽ ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, അന്നഹു, തീർച്ചയായും അവൻ യുരീദു, ഉദ്ദേശിക്കുന്നുണ്ട്, അയ്യോർത്തിയക്ക, നിനക്ക് തരാൻ. എന്തോ 10 സ്വർണ്ണ ചോദിച്ചത്, പക്ഷെ 10 ലക്ഷം ഉറുപ്പ്യ. എന്താണ് തരാങ്കില്ലേ? വേറെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പം ഇത് കൂടുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. വീടുണ്ടോ ചോദിച്ചു.
അപ്പം ഇങ്ങനെ എന്ത് ചെയ്തു, ദ്വാരക്കാൻ തീരുമാനിച്ചു, ദ്വാരന്നും ചെയ്തു. പക്ഷെ നടന്നത് പിന്നെ അങ്ങനെയല്ല. അതിനേക്കാളും കച്ചവടമുള്ളൊരു സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ ഇട്ടു, അല്ലെങ്കിൽ വേറൊരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കുകയാണ്. നടത്തിയിരുന്ന ആൾ മരിച്ചുപോയി. പിന്നെ ആ കുടുംബത്തിൽ പെൺകുട്ടികളേ ഉള്ളൂ, അതിന് ആളില്ല. ഒരു മാന്യമര്യാദയ്ക്ക് വിലക്ക് കിട്ടും. ചെന്ന് നോക്കുമ്പോൾ നല്ല സ്ഥലമാണ്, ആരാണ്ട് എടുത്തു. അത് സെഹിലായി നടക്കണുണ്ട്. അതിൽ കൂടുതലിനേക്കാൾ നല്ല എനിക്ക് സ്വന്തം കിട്ടണം. സൂപ്പർ മാർക്കറ്റിൽ ഇനിയും കൂട്ടത്തിൽ കൂട്ടണേ എന്ന് പറയാൻ അജ്ജ് ദ്വാരക്കാൻ കരുതിയത്. പക്ഷേ ദ്വാരന്നും ചെയ്തു. പക്ഷെ അവൻ വേറെ സൂപ്പർ മാർക്കറ്റിലൊന്നും മനസ്സിലാണ്ട് പറഞ്ഞത്. എന്തും ഈ വാക്കിനി മറക്കരുത്. അവനോട് യാചിക്കാൻ വേണ്ടി എപ്പോഴെല്ലാം നിന്റെ നാവ് വഴങ്ങുന്നുണ്ടോ, ആ നാവിനവൻ കെട്ടഴിച്ച് തന്നിട്ടുണ്ടോ, അഴിച്ചിട്ട് തന്നിട്ടുണ്ടോ എങ്കിൽ ഫഅലം, നീ അറിഞ്ഞുകൊള്ളുക, യുരീദു അന്നഹു, തീർച്ചയായും അവൻ, യുരീദു ഉദ്ദേശിക്കുന്നുണ്ട്, അയ്യൊത്തയക്ക നിനക്ക് നൽകാൻ അവൻ കരുതുമ്പോൾ മാത്രമേ നിനക്ക് ദ്വാരക്കൽ എളുപ്പമാവുള്ളൂ. തരട്ടെ. അപ്പൊ നമ്മൾ അധ്വാനിക്കേണ്ട ദ്വാരക്കാനാണ്. ദ്വാരം നടക്കണുണ്ടോ, നിന്റെ കാര്യം നടക്കും. ഇതാണ് നമ്മളുടെ കാറ്റഗറി. ഇതിൻ്റെ അപ്പുറത്തൊരു കാറ്റഗറി ഉണ്ട്, ഒരു ദ്വാരക്കയല്ല, വേറെ. അവിടേക്ക് നമ്മൾ മിക്കവാറും എത്താൻ സാധ്യതയില്ല. മനസ്സിലായില്ല? വേറെ കാറ്റഗറി ഉണ്ട്, അവരെന്താവില്ല, ദ്വാർക്കൂല. അവർ അള്ളാഹുവിൻ്റെ മെഹബൂബായിരിക്കും, കുറവായിരിക്കും. അവർക്ക് പിന്നെ അള്ളാഹിനോട് പറയൽ മോശം. അൻവറെ ഞാനും എപ്പോഴും ഒപ്പാണ്, ഫുൾ ടൈം. എൻ്റെ എല്ലാ ഉള്ളും പുറം നിനക്കറിയും, എൻ്റെ ആവശ്യവും അനാവശ്യവും നിനക്കറിയും, എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ സുഖവും ഒക്കെ നിനക്കറിയും. എങ്കിൽ എന്നോട് ആളുകൾ ഞാൻ കൊടുക്കാനുള്ള ഒരു ചോദിക്കണത് നിനക്കറിയും, എൻ്റെ പ്രശ്നം നിനക്കറിയും. എങ്കിൽ പിന്നെ ഞാൻ നിന്നോട് അൻവറെ എജ്ജതൊന്ന് കൊടുക്കുമെന്ന് ചോദിക്കൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനുള്ള കമ്മിയാണ് അവിടെ. അത് വേറെ കാറ്റഗറിയാണ്, അത് വേറെ മർത്തബയാണ്. നമ്മുടെ ലാസ്റ്റിത ഇത് കേറി പിന്നെ അവനെ അള്ളാഹുബനെ അപ്പുറത്തേക്കാണ് കയറ്റും. അതിന് എന്ത് ദ്വാർക്കണം നോക്കും, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. ആ കാറ്റഗറിയിൽ നിന്ന് നിന്നെ തരും അള്ളാഹുവിനെ നിനക്ക് തരും. പിന്നെ ചോദിക്കൂല. നമ്മളെ കാറ്റഗറിയിൽ ചോദ്യം അല്ലാതൊന്നുമില്ല, അവരെ കാറ്റഗറിയിൽ ചോദ്യവും ഇല്ല. പിന്നെ ഒരു പുതിയ ചോദ്യം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് ഇന്നെ തീയിലിട്ട് കരിക്കോന്ന് ചോദിച്ചപ്പോൾ ആ ശരീരം കേട്ടു. എന്ത്? ബില്ലാഹി വന്നസൂ, അള്ളാഹുവായ എന്നെ കൊണ്ട് ചീത്ത വിചാരിക്കരുത് കേട്ടോ. അത് വേറെ മർത്തബയാണ്. മനസ്സിലായില്ലേ? നമ്മളെ മർത്തബ ദ്വാന്റെ മർത്തബയാണ്. നമ്മൾ ഇനി ഈ രൂപത്തിൽ 1000 കൊല്ലം ജീവിച്ചാൽ നമുക്ക് ദ്വാന്റെ മർത്തബ ഉണ്ടാവുള്ളൂ. അത് വേറെയാണ് അവസ്ഥ. മണ്ണെന്നെ വേറെ. അത് ബാബാ മുതുകിന്ന് കുത്തുബായി വന്നോവർ, അത് അവിടുന്ന് തന്നെ നേരത്തെ നോക്കണം. നമ്മൾ പറഞ്ഞ കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ഏറ്റവും വലിയ കാറ്റഗറി എന്താണ്? അപ്പോൾ ദ്വാ ഒരാൾക്ക് എളുപ്പമായാൽ ദ്വാരനോളി, ദ്വാരക്കന്നെ. എന്താ പണി? ദ്വാരക്ക. പിന്നെ നോമ്പിന് പണിയൊന്നുമില്ലല്ലോ, നോമ്പിന് പണിയല്ലല്ലോ. നോമ്പിലെ പണി എന്താ? ദ്വാരക്ക. നോമ്പിന് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, ഖുർആൻ ഓതിക്കോളിന്ന് വരെ പറഞ്ഞില്ല. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതുകൊണ്ട് ഫഖറഉൽ ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഇനി ഒരിക്കലും ബുദ്ധിമുട്ട് വേണ്ട. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് എളുപ്പമല്ല ഉദ്ദേശിക്കണം, എനിക്ക് ഉദ്ദേശിക്കണില്ല. അതേ ആയത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ ഓതിക്കോളി എന്നല്ല, പിന്നെ ഓതിയിട്ടില്ലെങ്കിൽ ഇനി അവിടെ ഒരു മലക്കുള്ളൊരു പടിയും പറയെടുത്തൊരു തല്ലലും ചവിട്ടലും വേണ്ട. അതിൻ്റെ അടിയിൽ പറഞ്ഞു എന്ത്? നിങ്ങളോട് ചോദിച്ചോളി, ഞങ്ങൾ തൊട്ടടുത്തുണ്ടാവും. അത് കൽപ്പനയാണ്. ഖുർആൻ ഓതാൻ അവിടെ കൽപ്പന വന്നില്ല. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ ഇറങ്ങും. പിന്നെ അന്തള്ളൊരു ഓതു. ഇപ്പം മരിച്ച മാസമുണ്ടോ കുഞ്ഞുമാനെയായിരുന്നു. ബാപ്പ അമ്മ 1-2 വട്ടം ഓർമ്മപ്പെടുത്തി. അതിൻ്റെ അർത്ഥം എന്താ? 4 മൂല്യമാറ്റകളെങ്കിലും 4 സാധുക്കളെങ്കിലും വിളിച്ചത് ചോറ് കൊടുക്കണം, എന്നിട്ടൊന്ന് യാസീനോ ദ്വാരിപ്പിക്കണം. ഇനി പറയേണ്ട ആവശ്യമില്ല. മാന്യതയുള്ള മകനാണെങ്കിൽ ചെയ്യും. മാന്യത ഇല്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല.
അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു റമദാൻ ഇറങ്ങിയ മാസാട്ടോ. പിന്നെ മാന്യത ഉള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. മാന്യത ഉള്ളവരോ ഇല്ലാത്തവരോട് നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞവരോട് ചെയ്യൂല. ഷഹ്റു റമദാൻ അല്ലതിയും അത്രേ പറഞ്ഞോളൂ. ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ. പിന്നെയും പറഞ്ഞു നോമ്പോത്തോളിയും ഓതിക്കോളി എന്ന് പറഞ്ഞില്ല. അതേ സമയത്ത് കൽപ്പന ഉണ്ട് ദുആയിൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബു ലി. നിങ്ങൾ എന്നോട് ഉത്തരം തേടിക്കോളി, നിങ്ങൾ ദുആ ഇറന്നോളി. മനസ്സിലായില്ലേ? മനസ്സിലോണ്ട് പറഞ്ഞത് ദുആ. നിനക്കുള്ള പണി എന്താ? വായടച്ചു, ഞങ്ങൾക്ക് പണിയില്ല. ഇനി പണി എന്താ? ദുആ. ഓതാണെങ്കിലോ ദുആ, ഓതാണെങ്കിലും ദുആ, ഓതിന് മുമ്പും ദുആ, കഴിഞ്ഞാലും ദുആ, സത്യം നേരം ദുആ. ഞാൻ പലരോടും പറയാറുണ്ട്, ഇവിടെ വന്നിരുന്ന് ദുആ ഇറക്കണം, ഇവിടെ വന്നിരുന്ന് ദുആ ചെയ്യണം. ഇതൊരു പ്രത്യേക മജ്‌ലിസാണ്, ഇതൊരു വലിയ രഹസ്യങ്ങളുള്ള ഒരു മജ്‌ലിസാണ്. ഇത് ഈ കാണപ്പെടുന്ന എത്രയാണെങ്കിലും കാണപ്പെടാത്തത് ഇത്രയാവില്ല. അങ്ങനെ ചില രഹസ്യങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അപ്പോൾ ഈ മജ്‌ലിസിൽ ഒരാൾ ദുആ ചെയ്താൽ അവൻ്റെ തൊട്ടടുത്ത് അവൻ കാണാത്ത ഒരാളുണ്ടാവും. അളാമീൻ പറയും, അത് ചിലപ്പോൾ മുഖറബായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം കൂടെ പറയാൻ പറ്റില്ല. അത് ദുആ ചെയ്യണം. ഈ മജ്‌ലിസിൽ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, എന്ത് ദീനാണെങ്കിലും ഇവിടെ വന്ന് ദുആ ഇറക്കണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ ദുആ ഇറങ്ങും, എൻ്റെ കാര്യം നടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ പണി ഇപ്പം ഇന്നലെ രാത്രി അതൊരു പ്രത്യേകതയാണ്. എന്ത്? 27 റമദാനിൽ എന്താണെങ്കിലും 27 പ്രധാന. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിലുള്ള ആളാണ് മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഹിജ്റ 300-ന് മുമ്പാണ്. അപ്പോൾ അശ്അരി മാർഗം അഹ്ലുസുന്ന മുഅ്തസിലിയ ഖവാരിജി മദ്ഹബുകളിൽ നിന്ന്, മാർഗം തെറ്റായ വഴികളിൽ നിന്ന് അഹ്ലുസുന്നയെ വേറിട്ട് ശരിക്കും അതിന് കിതാബ് ഉണ്ടാക്കിയതിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് തിരഞ്ഞെടുത്ത ആളാണ് അബുൽ ഹസൻ അശ്അരി തങ്ങൾ. അതിനെ അവർ പറഞ്ഞ സംഭവം ഭയങ്കര അത്ഭുതമാണ്. ഞാനൊരിക്കൽ 27 ഞാൻ ബസ്രയിലെ പള്ളിയിലിരിക്കുകയാണ്. ബസ്ര എൻ്റെ ഓർമ്മ, ബസ്രയിലെ പള്ളിയിലിരിക്കുകയാണ്. ആളുകളൊക്കെ ഖുർആൻ ഓതുകയാണ്, ഖത്തം തീർക്കുകയാണ്. എല്ലാവരും ചുറ്റി വളഞ്ഞിരുന്ന അകത്തെ പള്ളിയിൽ ഹിജ്റ 300-ന് മുമ്പാണ് ഈ സംഭവം. അകത്തെ പള്ളിയിൽ 27 ഇവിടെ ഞാൻ ലക്ഷ്യം പിടിക്കുന്ന വേറെ സംഭവം, അതാണ് ഞാൻ പറയാൻ പോണത്. 27 അവർ പറയാണ്, ഒരുപാട് സ്ഥലത്ത് ഈ സംഭവമുണ്ട്. 27 അബുൽ ഹസൻ അശ്അരി തങ്ങൾ പറയാണ്, അവരാണ് നമ്മളെ അഖീദയുടെ ഇമാം. നമ്മളെ പള്ളി കമ്മിറ്റിൻ്റെ ആധാരത്തിൽ വരെ അവരെ പേരുണ്ട്. അശ്അരി ത്വരീഖത്തനുസരിച്ചും ഇത് ഷാഫി മദ്ഹബ് അനുസരിച്ചുമാണ് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ പള്ളിൻ്റെ ആധാരത്തിലുണ്ട്, സുന്നി പള്ളിൻ്റെ ആധാരത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇമാമാണ് അശ്അരി ഇമാം, വലിയ മഹാനാണ്. അവരുടെ 9ാമത്തെ വല്ലിപ്പയാണ് ബഹുമാനപ്പെട്ട അബു മുസൽ അശ്അരി. ആ അബു മുസൽ അശ്അരിയെ ചൂണ്ടിയാണ് ജനങ്ങൾ പിഴക്കണ കാലത്ത് ഇവൻ്റെ പേരെ കുട്ടി രക്ഷപ്പെടുത്തിക്കൊള്ളൂന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അബു മുസൽ അശ്അരി സ്വഹാബിയ. അവരെ 9ാമത്തെ തലമുറയിലെ പേരക്കുട്ടിയാണ് അബുൽ ഹസനിൽ അശ്അരി. ഹിജ്റ 300 ആയിട്ടില്ല, അപ്പോഴാണ് ഈ സംഭവം. അങ്ങനെ ബസ്രയിലെ പള്ളിയിൽ എല്ലാവരും കൂടിയിരുന്ന് ഖുർആൻ ഓതുക. ആ നേരത്ത് എനിക്ക് ഓതാൻ കഴിയുന്നില്ല, ഉറക്കം വരിക. അവിടുത്തെ വലിയ പണ്ഡിതനാണ് അബുൽ ഹസൻ അശ്അരി. എനിക്ക് ഉറക്കം വരിക തന്നെ. എനിക്ക് ജനങ്ങളും 30 ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുക, ദ്വാരക്ക, പിന്നെയും ഖുർആൻ ഓതുക. നേരം വെളുക്കോളം 27 ഖുർആൻ ഓതി ദ്വാരക്കണ പണിയാ. എനിക്ക് ഓടാൻ തന്നെ കഴിയുന്നില്ല. ഞാൻ അവിടുന്ന് മനുഷ്യന്മാരുടെ മാനം കെടൂലേ, ഞാൻ അവിടുന്ന് എണീറ്റിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, വീട്ടിൽ പോയി എൻ്റെ റൂമിൽ കയറി. ഞാൻ ഈ ഉറക്കം കുറച്ചാണ് കഴിയട്ടെ, എന്നിട്ട് പിന്നെ എണീറ്റിട്ട് ഓതാലോ എന്ന് വിചാരിച്ച് ഞാൻ വാതിലടച്ചു. ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടന്നു, കണ്ണാണ് പൂട്ടിയിട്ടുള്ളൂ. നബി വന്നു. അപ്പം പറഞ്ഞു, നിനക്ക് ഉറക്കുണ്ടാക്കിയത് ഞാനാ, നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന ഞാനാ. ഇന്ന് ഞാൻ നിനക്കൊരു കരാറ് തരികയാണ്. ഇന്ന് ഞാൻ എന്നെ ഏർപ്പെടുത്താൻ ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസം നീ നേരാക്കണം. പിന്നെ ഞാൻ വാതിലടച്ചിരുന്നു 10 ദിവസം. 10ാം ദിവസം പുറത്തു വന്ന് മുഅ്തസിലികളെ പരാജയപ്പെടുത്തി. അങ്ങനെ ഉണ്ടാക്കിയ മദ്ഹബാണ്, ത്വരീഖാണ്, എന്ത് അഖീദയാണ് അൽ അശ്അരിയ. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം വേറെയാണ്. ഇത് ഞാനിവിടെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയോ? ആ ഹിജ്റ 300-ന് മുമ്പും എന്തുണ്ട്, ഈ 27 ഒരുമിച്ച് കൂട്ടി ഖുർആൻ ഓതുന്ന പരിപാടി ഉണ്ട്. അത് മതിയല്ലോ ഇപ്പം നമുക്ക്. 9 അക്ഷരാണ് ലൈലത്തുൽ ഖദ്ർ. അത് 3 വട്ടം ആ സൂറത്തിലുണ്ട്. 9 9 9 എത്ര? 27. ലൈലത്തുൽ ഖദ്ർ 9 അക്ഷര. ലാ യാ ലാ ഹാ താ അൽ ഖാദ് എത്ര?
9 9 9 9 ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഒരു 9 ആയി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ 2 9 ആയി. ലൈലത്തുൽ ഖദ്ർ ഖൈറു മിനൽ 3 9 ആയി. 3 9 കൂട്ടി എത്രയായി? 27. 27 ഒരു പ്രാധാന്യമുണ്ട്. അത് പണ്ടേ ഉണ്ട്. അന്നാണ് ലൈലത്തുൽ ഖദ്ർ. എന്നായാലാട്ടെ അന്ന് പ്രധാനമാണ്. ഇന്നലെ വലിയ പ്രധാനം. ഇന്നലെ ലൈലത്തുൽ ഖദ്റും 27-ാവുമാണ്. വെള്ളിയാഴ്ച രാവാണ്, അവസാനത്തെ വെള്ളിയാഴ്ച. അൽഹംദുലില്ലാഹ്. ഈ കൊല്ലത്തെ റമദാനിലെ 1446 അവസാനത്തെ വെള്ളിയാഴ്ച രാവുന്നല്ല. നേരം വെളുക്കോളം നമ്മളെടുത്ത് പണി എന്താ? ഇടയിലൊക്കെ ചില പണിയെടുക്കും. പിന്നെയും കൂടുതൽ പണി എന്താ? ദ്വാർക്കും പഠിച്ചോനെ റബ്ബേ. അപ്പൊ എന്തേ എന്നെ അള്ളാഹുത്താല കൊല്ലം വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹുത്താല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ ദ്വാർക്കാൻ തോന്നൂല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ വിഷയം അവസാനിപ്പിക്കുക തൽക്കാലം. ഇപ്പൊ ദ്വാമക്കൂട റമദാനും ശവ്വാലിനും കണക്കൊന്നുമില്ല. എപ്പോഴും എന്ത് ചെയ്യാം? ദ്വാർന്നാൽ നമ്മൾ അടിമയും അവനോടമയും, നമ്മൾ താഴെയും അവൻ മേലെയാണ്. തരണേ. അപ്പൊ അവൻ മേലെയായി, നമ്മൾ താഴെ. നിസ്കാരമായ ഓ മേലെയും നമ്മൾ താഴെയാവും. പക്ഷേ നമ്മൾ നിസ്കാരം ആവണില്ല. ഉറപ്പാ നമ്മൾ താഴെ ഓ മേലെയാണ്. നമ്മൾ നോമ്പൊറ്റാൽ അവൻ താഴെയാണ്, അവൻ മേലെയാണ്, നമ്മൾ താഴെയാണ്, അറിയില്ല. നമ്മൾ ഹജ്ജ് ചെയ്താൽ അവൻ മേലെ നമ്മൾ താഴെയാണോ അറിയില്ല. സ്വാലിഹ്യങ്ങളൊക്കെ ഹജ്ജ് ചെയ്താൽ എങ്ങനെയാണ്, പക്ഷെ നമ്മൾ ഹജ്ജ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ വെക്കാത്ത കൊടുത്താൽ നമ്മളാണോ വലിയതാണ്. ഇച്ചി ബാബാക്കി ഞാൻ പൈസ കൊടുത്ത് രക്ഷപ്പെടുത്തി, പടച്ചോന് നമ്മൾ അങ്ങോട്ട് കൊടുത്ത മാതിരിയാണ്. അതേസമയം ദുആ അങ്ങനെയല്ല. ദുആ ആക്കുമ്പോൾ നമ്മൾ താഴെയും, ഉറപ്പാ. അതാണ് അടിമയുടെ മർത്തബ. ജിന്നൊഴിവാക്കി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നവർക്ക് മാത്രമല്ല കൊടുക്കുക, അങ്ങനെ അറിയാലോ. മനസ്സിലായോ പറഞ്ഞത്? ഒരാൾ നിസ്കരിച്ചില്ല കണക്കാക്കാം, എന്നാലും എന്ത് ചെയ്യാം? നിസ്കരിക്കാക്കാൻ വേണ്ടി പറയല്ല, എന്നാലും ദ്വാരക്കാം. നിസ്കരിച്ചില്ല, ശരിയാണ്, ഉറക്കം വന്നു, ഞാൻ ഉറങ്ങി. പിന്നെ ഒരുത്തം വന്നിട്ട് ക്ലാസ്സിന് പോകല്ലേ എന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ നിന്നാൽ ക്ലാസ് പോകും. ഞാൻ പോകുന്നു. നീ പോൻ്റെ മുന്നിൽ മാനം കൊടും വേണ്ട, നീ ജുമാൻ്റെ മുമ്പ് നിസ്കരിച്ചുകൊണ്ട് പഠിച്ചവനെ, അങ്ങനെയൊക്കെ പറയാം. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, എന്നാലും എന്ത് ചെയ്യാം? വേർക്കാം. ചിലപ്പോൾ ഇവിടെ ഇരുന്ന് കരയാ, തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇന്നത്തെ സുബായി പോയി കേട്ടോ, മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. എന്തും ഇന്നലെ രാത്രി കള്ളുടിച്ചാണ്, പക്ഷെ ഇന്നത് വേർക്കാം. ഒരു മഹാനൊരു സംഭവം ഇമാം ഗസാലി തങ്ങൾ മുക്കാശഫയിൽ പറയുന്നുണ്ട്. ഒരു നാട്ടിലൊരു നിത്യ കുടിയനുണ്ടായിരുന്നു. കുടിയൻ എന്ന് പറഞ്ഞാൽ കുടിയൻ എന്നും കുടിക്കും, ഒരു നന്മയും ചെയ്യൂല, കുടിക്കും. അങ്ങനെ അയാൾ മരിച്ചപ്പോൾ ആ നാട്ടുകാർ അയാളെ ബഹിഷ്കരിച്ചു. കാരണം ഈ ജാതിയുടെ തമ്മാടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനാവൂല, നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ചു. അപ്പോൾ അക്കാലത്തെ ഒരു സ്വാലിഹായ ഒരു ആരിഫായ ആളുണ്ടായിരുന്നു. ആ ആള് കാട്ടിലിരിക്കുക, കാട്ടിലൊരു മണ്ഡപം കെട്ടി അവിടെ ഇരുന്ന് ദുആ ചെയ്യും, ഖുർആനോദും നിസ്കരിക്കും. ജനങ്ങളടിക്ക് ഇറങ്ങി വരില്ല. അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ രാത്രി അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഇൽഹാമ അയാൾക്ക് കിട്ടി. ഇന്നാലിന്ന സ്ഥലത്ത് ഒരു ദോഷിയായ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്, നീ പോകണം, നീ അയാളെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നീ മറവിയണം, നീ നിസ്കരിച്ച് മറവിയണം. അങ്ങനെ ഈ സ്വാലിഹായ ആ സമാനിൽ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഈ മനുഷ്യൻ, എത്ര വലിയ ഈ വ്യക്തി കാടിറങ്ങി വന്നു. ഈ മനുഷ്യന്റെ വീട് അന്വേഷിച്ച് വന്നു, കണ്ടു കിട്ടി. അയാൾ വന്നു, കുളിക്കാൻ ഏൽപ്പിച്ചു, കുളിപ്പിക്കാൻ എങ്ങനെ ആ മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ നാടാകട വന്നു ഇയാളെ കാണാൻ. കാരണം ഇയാളെ കൊണ്ട് ദ്വാർപ്പിക്കാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്. ഇപ്പൊ നമ്മളെ സമാനിൽ മുഖ്തിർപ്പച്ചി മുഹമ്മദ് മുസ്ലിം വീട്ടിൽ വന്നാൽ ആ നാട്ടുകാരൊക്കെ അവിടെ വരും. മീരാളി പപ്പ വന്നാൽ ആ നാട്ടിലെല്ലാവരും അവിടെ വരുന്നായിരുന്നു ചരിത്രം. അത്രയും വലിയ ആളുകളാണ്. ഒന്ന് ദ്വാരക്കണം പപ്പ എന്ന് പറഞ്ഞാൽ അറിയാൻ നമുക്ക് വലിയൊരു കാര്യമാണ്. മരിക്കുമ്പോൾ നമുക്ക് ആകെയുള്ളത് സന്തോഷം ഉണ്ടായിരിക്കും. അന്ന് മീരാളി പപ്പനോട് ഞാൻ ദ്വാരക്കാൻ പറയും, അവ ഞാൻ ദ്വാരക്കും ബേജാറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ കൈമുടൽ. അങ്ങനെ പറയും, അങ്ങനെ പറയും, സ്വാലിഹ്യങ്ങൾ അങ്ങനെ പറയും. നമുക്കത് വലിയ കാര്യമാണ്. കാരണം നമ്മളൊന്നുമല്ല, അവരൊക്കെ എല്ലാം ആണ് അള്ളാന്റെ അടുക്കൽ. അപ്പൊ ഈ സ്വാലിഹായ മനുഷ്യൻ വന്നപ്പോ ആ നാടാകെ വന്നു. പിന്നെ എല്ലാവരും കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും വമ്പൻ ജനം, മയ്യത്ത് നിസ്കരിക്കാനും മറവിയാനും ഒക്കെ എല്ലാം കഴിഞ്ഞ് ആ മഹാൻ തിരിച്ചു പോവുക കാട്ടിലേക്ക് തന്നെ. അപ്പൊ ആ നാട്ടുകാർ തടഞ്ഞിട്ട് പറഞ്ഞു, ലിമജീദ്, എന്തിനാ ഞങ്ങൾ വന്ന് ഈ മയ്യത്ത് തറക്കനാഹ, ഈ ജനാസ ഞങ്ങൾ ഒഴിവാക്കിയതാ. കാരണം ഇവൻ ഫുൾ ടൈം
കുട്ടിയാനാ, കുട്ടിച്ചിട്ടല്ലാതെ അവൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കും അറിയില്ല. എന്തിനാ വന്ന്? എനിക്ക് അള്ളാഹുവിൻ്റെ ഒരു ഇൽഹാം കിട്ടി, ഇന്നാലിനകത്ത് ദോഷി മരിച്ചിട്ടുണ്ട്, അവിടെ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും അറിയാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കണം. അങ്ങനെ ഒന്നാ ഞാൻ എന്താ ചെയ്യാ? എന്നാ പിന്നെ അറിയുന്ന ഒരാൾ വേണമല്ലോ, ഞങ്ങൾക്ക് വേണ്ട നന്മ എന്തെന്നറിയില്ല. അപ്പോൾ പറഞ്ഞു, ആരോ പറഞ്ഞ അവൻ്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്കുക. അങ്ങനെ എല്ലാവരും വന്നു. ഈ മഹാനും ആ നാട്ടുകാരും വീട്ടിൻ്റെ പുറത്തുനിന്നു. ആ പെണ്ണ് ഇദ്ദയിലുള്ള പെണ്ണിനോട് ചോദിച്ചു, ഇദ്ദയിലിരിക്കുന്നവളെ, ഭർത്താവ് മരണപ്പെട്ടവളെ, വിഷമിച്ചിരിക്കുന്നവളെ, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല, പക്ഷെ നിന്നെ ചോദിക്കല്ലാതെ ഞങ്ങൾക്ക് വേറൊരാളോട് ചോദിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇന്നലെ രാത്രി അള്ളാഹുവിനെ ഇൽഹാം കിട്ടി വന്നതാ. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുക്കണമെന്ന് അള്ളാഹുവിനെ അറിയിപ്പ് കിട്ടി, അങ്ങനെ വന്നതാ, ഒരു ഇൽഹാമിൽ വന്നതാ. എല്ലാം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെന്നെ ചോദ്യം ചെയ്തു, ഈ ദോഷിയായ ആളുടെ ജനാസക്ക് എന്തിനാ നിങ്ങൾ വന്നത്? ഞങ്ങൾ ഈ ജനാസ ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും അറിയൂല, എന്തോ ഒരു ഇൽഹാം കിട്ടിയത്. അപ്പൊ ഇനി ഈ വിവരം അറിയാവുന്ന ഒരാൾ ഇയാണ്. ഫമാ ഹസനതുഹു, ഓന്റെ നന്മ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അതിന് വല്ല നന്മയും ചെയ്തതായി? ഫഖാലത്തില്ല, ഇല്ല, ഒരു നന്മയില്ല. കുടിച്ചിട്ടല്ലാത്തൊരു രാത്രിയും അയാൾ എൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. എന്നെ ചെറുപ്പത്തിൽ കിട്ടിയതാണ്, ഇപ്പം മരിക്കണത് വരെ. അയാളെ ചെറുപ്പത്തിൽ എന്നെ കിട്ടിയതാണ്, അന്ന് മുതൽ ഈ മരിക്കണത് വരെ. മമാമിൻ ലൈലത്തിനില്ല ഓ യഷ്റബു, കുടിച്ചിട്ടല്ലാത്തൊരു രാത്രിയും ഇല്ല. ഇല്ല അന്നഹു യഷ്റബു, അയാൾ കുടിക്കും. ഫയഫ്തുറു, എന്നിട്ട് തളർന്ന് വീഴും. ഫയതീഹു ഫിൽ അർളി, ഭൂമിയിൽ അങ്ങനെ കിടക്കും. നേരമായാൽ അപ്പോൾ എണീക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അയാൾ വുളൂ ചെയ്യും. കൈ അങ്ങനെ പൊന്തിക്കും. ഇന്നും കുടിച്ചോട്ടെ പഠിച്ചോനെ, എനിക്കിത് കുടിക്കാതെക്കാൻ വയ്യാത്തോണ്ടാണ്. ഇന്നും കുടിച്ചോട്ടെ റബ്ബേ, ഈ മാപ്പാക്കണേ, ഇന്നും കുടിച്ചു പോയേട്ടോ, മാപ്പാക്കണേ മാപ്പാക്കണേ എന്ന് കരഞ്ഞിട്ടല്ലാത്ത ഒരത്താഴ നേരത്തും ഞാൻ അയാളെ കണ്ടിട്ടില്ല. യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, അതന്നെ വിഷയം, അതന്നെ എന്തൊഴിവാക്കിയില്ല, ഒഴിവാക്കിയില്ല. കുടിച്ചു തീർന്നാൽ മതിയെന്ന് ഈ പറഞ്ഞതിന് മാനല്ല, ഞങ്ങൾ മനസ്സിലാക്കണ്ട. പക്ഷെ മനസ്സിലായോ പറഞ്ഞത്? ചിലതൊക്കെ തക്തീറാത്തുകളാണ്, ഇനി അപ്പുറത്തേക്കൊന്നും ഞാൻ പോണില്ല. പക്ഷെ ഭയങ്കര സംഭവം. അവൻ നിസ്സാരമായാലേ അവൻ റബ്ബിനോട് പറയുള്ളൂ. അവൻ്റെ കൂടെ റബ്ബ് ഉണ്ടായാലേ അവൻ ദ്വാരക്കാൻ തോന്നുള്ളൂ. നാവ് റബ്ബ് അഴിച്ചിട്ടെന്നാലേ ദ്വാരക്കുള്ളൂ. അവനോട് യാചിക്കാൻ എപ്പോഴാണ് നാവിന്റെ കെട്ടഴിച്ച് തന്നതെങ്കിൽ അറിഞ്ഞോ, അന്നഹു യുരീദു അൻ യുഅ്തിയക, നിനക്ക് തരാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തരാനാണ് ഈ കണ്ട്. മനസ്സിലായില്ലേ? ആ നാട് കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടവും നിസ്കാരവും ജനാസ അനുഗമിക്കലുമാണ് അവിടെ നടന്നത്. കാരണം ഈ മനുഷ്യൻ വന്നോണ്ട് അങ്ങനെ ജനാസ അവിടെ നിസ്കരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തിന്റെ ഫലാണ്? ഒഴിവാക്കണ്ട. റമളാൻ കഴിയാണ്, ഒഴിവാക്കണ്ട. ശവ്വാലാണ്, ഒഴിവാക്കണ്ട. ദുൽഖഅദാണ്, ഒഴിവാക്കണ്ട. മുഹറമാണ്, ഒഴിവാക്കണ്ട. ദ്വാരന്നോ, ദ്വായല്ലാത്തൊരു പണി നമുക്കില്ല. ദ്വാർക്കന്നെ എപ്പോഴും അതിനെ ഉറപ്പിച്ച് പിരിയണം. ഈ മജ്ലിസിൽ നിന്ന് ദ്വാനെ പറ്റിയുള്ള 4-ാമത്തെ 5-ാമത്തെ ക്ലാസ് അത്. ഹബീബായ നബി പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ അബ്ദുൽ ഗനി അൽ മുഖദ്ദസി തന്റെ തിർഗീബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മൻ ഉഅതിയ ദുആ ലം യുഹറമിൽ ഇജാബ. ദുആയുടെ തൗഫീഖ് ഒരാൾക്ക് നൽകപ്പെട്ടാൽ ഇജാബത്തിന് അയാൾക്ക് തടസ്സമുണ്ടാവുകയില്ല. ഒരാൾക്ക് ദുആഇന്റെ താല്പര്യമുണ്ടായി എങ്കിൽ ദുആ ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കരുത്. ഓൻ എപ്പോഴും ദ്വാർക്കണ പണിയാ. അങ്ങനെ പറയരുത്. എന്റെ ലിസ്റ്റ് ചെയ്തു ഈ മളോനെ ദ്വാർക്കുള്ളൂ. ദ്വാർക്ക മുമ്പർക്ക് വേറെ പണിയില്ല. അത് ഏറ്റവും വലിയ പണി എന്താ? ദ്വാരാണ്. അന്ന ദ്വാർന്നു പിന്നെയും ദ്വാർന്നു. അതിന് അവസാനമില്ല. ഒരു ദ്വാര കഴിഞ്ഞു, അപ്പൊ തന്നെ അൽ ഫാത്തിഹ, പിന്നെയും ദ്വാർന്നു ചെയ്തു.
ഒരു അന്തരീക്ഷത്തിൽ ദ്വാ ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിലെ വായുവിന് വരെ ഒരു നന്മ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാ ഞങ്ങളോട് പറയണത്, നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഒന്ന് നിങ്ങൾ ദ്വാ നടന്നാൽ മതി. ഇതിൽ എത്രയോ ദ്വാ നടന്ന മജ്‌ലിസ്, ഇജാബത്തുള്ള ദ്വാ എത്രയാണ് ഇജാബത്തിന് കണക്കുണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരാൾക്ക് ദ്വാഇന്റെ താല്പര്യം നൽകപ്പെട്ടാൽ ലം യുഹറമിൽ ഇജാബ, ഇജാബത്ത് തടസ്സപ്പെടുത്തുകയില്ല. ദ്വാ ഉണ്ടെങ്കിൽ ഇജാബത്ത് ഉണ്ടാവും. ദ്വാ ഉണ്ടോ ഇജാബത്തുണ്ടാവും, ദ്വാ ഉണ്ടോ ഇജാബത്തുണ്ടാവും. അതങ്ങനെയല്ലേ എനിക്ക് ഉമ്മ എങ്ങനെ പോലും അങ്ങനെയാണ്. എനിക്ക് നല്ലൊരു തുണി കുപ്പായം വേണം അമ്മ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഉമ്മാനോട് പറയുന്നുണ്ടാവും. അപ്പം ഉമ്മ അവസാനം ഉമ്മാൻ്റെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ഒരു ന്യായത്തിലെത്തും. എന്ത് നല്ല വസ്ത്രം നമുക്ക് പിന്നെ മൂത്താപ്പാൻ്റെ അവിടെ കല്യാണം ആണല്ലോ ഏപ്രിൽ അവസാനം, അന്നൊക്കെ എടുക്കാം. ഇപ്പം നമുക്ക് സാധാരണ വസ്ത്രം എടുക്കുക പോരെ, ഒന്നായിക്കോട്ടെ അൽഹംദുലില്ലാ. അപ്പോൾ ഒരു വസ്ത്രത്തിന് വേണ്ടി ഉമ്മാനോട് യോജിച്ചപ്പോൾ 2 വസ്ത്രം കിട്ടി. ഉമ്മന്നെ അങ്ങനെയാണെങ്കിൽ അള്ള എങ്ങനെ ഇരിക്കും? മനസ്സിലായില്ലേ? ചിന്തിക്ക്. സത്യമാണ്. ഇപ്പോൾ ഇനി തൽക്കാലം ഒരു 1000, 800, 1000 റുപ്യേൻ്റെ ഒരു ചെറിയ സാധാരണ എടുക്കും. ഇനി 1000, 2000, 3000 റുപ്യ നല്ല വസ്ത്രം പിന്നെ മൂത്താപ്പാൻ്റെ അടുത്ത കല്യാണത്തിന് എടുത്തു. അപ്പോൾ 2 വസ്ത്രമൊക്കെ കിട്ടി. ഉമ്മക്കത് കേട്ടിക്കാൻ പറ്റില്ല. ഇവിടെ ഉമ്മല്ലേ ബാപ്പല്ലേ? കയ്യിലില്ലെങ്കിൽ ആരോടെങ്കിൽ ആയിരുന്നു വാങ്ങിയിട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ തന്നെയല്ലേ പറയും കുട്ടികൾ, അങ്ങനെയല്ലേ? കാരണം കുട്ടികൾക്ക് പിന്നെ വസ്ത്രം എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ. പിന്നെ എന്തിനാ നമ്മൾ തന്നെ അങ്ങനെയാണെങ്കിൽ അമ്മ എങ്ങനെ ഇരിക്കും? അപ്പോൾ മുടക്കരുത്. എന്ത് ഒരിക്കലും മുടക്കരുത്. ഞാൻ ഇന്നലെ ഖുർആനൊന്നും ഓതിയിട്ടില്ലല്ലോ. ഖുർആൻ ചോദണ്ട, ഇത് ദ്വാർന്നേങ്ങായി. ഞാൻ നേരെ തറാവി നിസ്കരിച്ചില്ല, നിസ്കരിക്കണ്ട, ഇത് ദ്വാർന്നോ? അല്ലാഹുവേ, ഞാൻ നേരെ തറാവി നിസ്കരിച്ചില്ല, ഞാൻ പാപിയാണ്. അതെന്നെ തറാവീന് പകരാണ്. ഇപ്പം ഇജ്ജ് താന്നു ആരെ മുന്നിൽ. തെറാവി നിസ്കരിച്ചാൽ ചിലപ്പോൾ എനിക്ക് എന്താ തോന്നാറിയോ? ഇന്നലത്തെ തെറാവിയൊക്കെ നിസ്കരിക്കണല്ലോ. ഇനിയിപ്പം ഞാൻ അതിനായിട്ട് എനിക്കണം എന്തിനാ? അതൊക്കെ മതിയോ? ഇപ്പം ജാരായി, ഇപ്പം ജിബിലീസായി. അപ്പം ആ തെറാവിന് പോയതുകൊണ്ട് ജിബിലീസായി. പുറത്തു പറയണ്ട, പുറത്തു പറയാം. ഇമാം ഷാറാനി തങ്ങളോട് ഒരാൾ വെള്ളിയാഴ്ച ജുമഅക്ക് വന്നപ്പോൾ പിന്നെ ഒരാൾ പറഞ്ഞു, പള്ളിൻ്റെ ഉള്ളിൽ നിറച്ച് ആളുകൾ തസ്ബീഹും ഖുർആനും ഓതുമ്പോൾ വമ്പൻ പരിപാടിയാണല്ലോ. അപ്പം ഷാറാനി ഇമാം പറഞ്ഞു, അത് മനുഷ്യന്മാരല്ല. അപ്പോൾ മനുഷ്യന്മാർ തന്നെയാണ്. ഞാൻ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, തസ്ബീഹ് മാല മറിച്ചിട്ട് തസ്ബീഹില്ല, ഞാൻ കണ്ടതാണല്ലോ. അപ്പം പറഞ്ഞു, അത് മനുഷ്യന്മാരല്ല, മനുഷ്യന്മാരാണ്, ഞാൻ കണ്ടായില്ല ഇമാമേ. അപ്പോൾ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. ആ ദിക്ർ ചൊല്ലിയിട്ട് നേരെ ഔത്തേ പള്ളിക്ക് നോക്കിക്കളാറും. അപ്പം ആ ദിക്റില്ലേ ആത്തേ പള്ളിക്ക് നോക്കുമ്പോൾ ഒക്കെ കുരങ്ങന്മാർ, പന്നികൾ, ഇതൊക്കെയാണ് ആത്തേ പള്ളി കൂടി നടക്കണത്. എന്നിട്ട് പറഞ്ഞു, ആ ദിക്രി അങ്ങോട്ട് തന്നെ വാങ്ങി, ഇങ്ങനെ ഫലം ഉണ്ടാവില്ല, കഴിഞ്ഞു, വൽപ്പത്തരം പറയണ്ടാറും. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവർ ചെല്ലുന്നൊക്കെ ഉണ്ട്, പക്ഷെ സംഗതി ഓല് നമുക്കുകളാ. ഓലിപ്പോഴും ഈമാൻ്റെ അടിത്തറയിലെത്തിയിട്ടില്ല. ഓലിക്കരി ആവും പകലും പിത്തരം ഉണ്ടാക്കപ്പെടെ വന്നാണ്ട് ഖുർആൻ ഓതുന്ന പണിയാ. ഇവർ കുരങ്ങളാ. ഇവരാരാണിത് കയ്യുള്ള പിടിച്ചു വയ്ക്കുക, ഇവിടെ ഒന്ന് ഖുർആൻ ഓതുക, ഇതോലെ പണി. ഇതാണല്ലോ കുരങ്ങൻ്റെ പണി. നിങ്ങൾ പെരിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ബിസ്ക്കറ്റ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ താമരച്ചരിച്ചോരം വഴി പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡിക്കിയിലിട്ട് അടച്ചിട്ടല്ലാതെ നിങ്ങൾ പുറത്തിറങ്ങും ചെയ്യരുത്. കാരണം ആ ബിസ്ക്കറ്റ് അല്ലാതെ ഓഫിക്കൂടെ കിട്ടൂല. കാരണം ആരാണ്ടത് കൈക്കലാക്കാൻ ഇത്തരം വിരുദ്ധുള്ളൊരു സാധനം കുരങ്ങില്ല. അതെന്നെ നമ്മൾ പുറത്ത് പറയണ്ട. എന്നെ ആലോചിച്ചു. തറാവി നിർത്താൻ വേണ്ടി പറയല്ല, അങ്ങനെയും ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെയും ഉണ്ട്, അങ്ങനെയും ഉണ്ട്. ഇത് കുരങ്ങാണോ, ഇത് മനുഷ്യനാണോ, അല്ലാഹു അഅലം. ഏതായാലും ഉലൈക അൻആമി ബൽഹും അളല്. ആടുമാട് ഒട്ടകങ്ങളെക്കാളൊക്കെ പരിമോശമാണ് എന്ന് ഖുർആനിലുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ ഉൾക്കൊള്ളൂല. ആരാ ഉൾക്കൊള്ളണം? ആരാണ് ഉൾക്കൊള്ളുന്നത്? അതിനെന്തെങ്കിലും ഒരു ന്യായം പറയാന്നല്ലാതെ. ولهم عين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل. അതാണ് അപ്പത്തെ പള്ളി കണ്ട്. അത് ഷറാനി മെമ്മനെ പോലത്തെ തിരിയും. നമുക്കില്ല, നമുക്കൊക്കെ നല്ല നല്ല സാലിയങ്ങളാണ്, ഒക്കെ സാലിയാണ്.
ഇജും സാലിയാണ്, ഓരും സാലിയാണ്, ഒക്കെ സാലിയാണ്. തിരിൻ്റെ ഓരത്ത് കെട്ടിയ തിരിയും കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്നവർ അവർക്ക് തിരിയും. അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം എന്ത് ചെയ്ത ദ്വാർന്നോ? തറാവീന് പോയില്ല, അപ്പോൾ ദ്വാർക്കൊന്നുകൂടി കട്ടിയോടി. ചോനെ പോയിട്ടില്ല, നല്ലൊരു ദിവസമായിട്ട് തറാവിസ്കരിച്ചില്ല. ഞാൻ നമുക്കാണ് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ദ്വാ വിടണ്ട എന്തിനും. ഒരാൾക്ക് ദ്വാ നൽകപ്പെട്ടാൽ, ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒറ്റ ഹദീസ് കൂടി പറഞ്ഞു. ഒരാൾക്ക് ദ്വായിൽ ഇജാബത്ത്, ദ്വായിൽ സമ്മതം നൽകപ്പെട്ടാൽ, ദ്വാരക്കാൻ കഴിയുന്നുണ്ട്, അതിന് സമ്മതം നൽകപ്പെടും. ദ്വാരക്കാൻ ഒരു വിഷമുണ്ടാകണില്ല, ദ്വാരക്കാനാണ് എളുപ്പത്തിൽ കഴിയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോൾ അങ്ങനെ കഴിയില്ല, അള്ളാഹു ദ്വാരക്കൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ കഴിയില്ല. ഒരാൾ ഇതൊന്നും മറ്റന്നാളും കൂടി നടപ്പിലാക്കേണ്ട ഒരു വിഷയം ഇതിലുണ്ടായതുകൊണ്ടാണ് ആ ഹദീസും കൂടി ഞാൻ ഇതിൽ കൂട്ടുന്നത്. ഒരു ഹദീസും കൂടി പറയാം. ഒരാൾ ഉദിന ലഹു, അവന് സമ്മതം നൽകപ്പെട്ടു ദ്വായിൽ മിൻകും, നിങ്ങളിൽ നിന്ന്. ഒരാൾക്ക് എപ്പോഴും ദ്വാരക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഫുത്തിഹത്ത് ലഹു, അവന് തുറക്കപ്പെടുന്നതാണ് അബ്വാബു റഹ്മത്തി, റഹ്മത്തിൻ്റെ വാതിലുകളെ. റഹ്മത്തിൻ്റെ വാതിൽ തുറന്നിട്ടു. ഒരാൾക്ക് ദ്വാരക്കനുണ്ടോ ഉറപ്പാണ്, അവൻ എന്ത് കിട്ടും? പറ. റഹ്മത്തിൻ്റെ വാതിൽ തുറന്നിട്ടു. അതേ അടിമക്ക് ഉടമയെന്ന് കിട്ടേണ്ട ഒറ്റ സാധനമേ ഉള്ളൂ റഹ്മത്ത്, അല്ലാത്ത ഒക്കെ ശിക്ഷ. സ്വർഗം റഹ്മത്താണ്. ഇന്നലെ കഴിച്ച അത്താഴം റഹ്മത്താണ്. ഇന്ന് മഗ്‌രിബിന് തിന്നാൻ പോണത് റഹ്മത്താണ്. എൻ്റെ മകൻ ഇന്നലെ പോലീസ് വിളിച്ച് വിട്ടു, റഹ്മത്താണ്. എൻ്റെ പാടത്തേക്ക് മഴ പെയ്തു, റഹ്മത്താണ്. വലിയ മഴയൊന്നും പെയ്തില്ല, എന്നാലും അത്യാവശ്യം കിണറ്റിൽ വെള്ളം അടിക്കാനുള്ള വെള്ളം ഉണ്ടായി. അതുകൊണ്ടിങ്ങനെ മോട്ടർ അടിച്ച് ആ വാഴയാണ് കൊലച്ചു. ഓരോ വാഴക്കൊലയും വലിയ വലിയ കൊലയായി. 100-600 റുപ്യക്ക കൊല കൊണ്ടുപോയി വിറ്റത്, റഹ്മത്താണ്. എല്ലാ റഹ്മത്ത് നരകത്തിന് പഠിച്ചോ തന്നെ ഒഴിവാക്കി. പറയും റഹ്മത്താണ്. എൻ്റെ മകളെ മാനമര്യാദയ്ക്ക് ഒരു ബാല്യക്കാരൻ ആ പെൺകുട്ടിയെ പോറ്റാൻ പറ്റിയ ഒരാൾ കെട്ടി, അത് റഹ്മത്താണ്. റഹ്മത്തല്ലാത്തതൊക്കെ. അപ്പോൾ ഒരാൾക്ക് സമ്മതം നൽകപ്പെട്ടു മിൻകും, നിങ്ങളിൽ നിന്ന് ദുആക്ക് സമ്മതം നൽകപ്പെട്ടാൽ ഫഖദ് ഫുതിഹത് ലഹു, അവന് തുറക്കപ്പെട്ടതാണ്. അവന് തീർച്ചയായും ഫുതിഹത് ലഹു, അവന് തുറക്കപ്പെട്ട് ഉറപ്പ്. എന്ത്? അബ്വാബു റഹ്മ, എന്തിനെ? റഹ്മത്തിൻ്റെ വാതിലുകളെ. ഫുതിഹത്ത് മാദിയഫീല കത് കിട്ടിയ കട്ടിയുടെ കിട്ടിയ ഇസ്മിൽ ഇന്ന കൂട്ടും പോലെയാണ് മാദിയിൽ കത് കൂട്ടൽ. ഫഖദ് ഹദീസ ഏതോ പറഞ്ഞ ആളല്ല, ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ പറഞ്ഞതാ മുഹമ്മദ് മുസ്തഫ. മൻ ഉദിന ലഹു, ഒരാൾക്ക് സമ്മതം നൽകപ്പെട്ടു മിൻകും, നിങ്ങളിൽ നിന്ന് ദുആക്ക് എങ്കിൽ ഫഖദ് ഫുതിഹത്ത്, തീർച്ചയായും തുറക്കപ്പെട്ടു ലഹു, അവന് അബ്വാബ് റഹ്മ, റഹ്മത്തിന്റെ വാതിലുകളെ. റഹ്മത്തിന്റെ വാതിൽ തീർച്ചയായും തുറക്കപ്പെട്ടു. തുറക്കപ്പെടും എന്നല്ല, ഫുതിഹത്ത് മാദിയാഫീല. ദ്വാരക്കനുണ്ടോ? തുറക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ എത്തിയാൽ മതി, കഴിഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കും. അപ്പൊ നമ്മളും ദ്വാരക്ക. ഒരാളെ കണ്ട എന്ത് പറയാം? ദ്വാരക്കണം കേട്ടോ, ദ്വാരക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ ഒഴിവാകെ. നമുക്ക് എന്താണ്? എനിക്ക് രാജാവാകണോ? വേർന്നു. ആരാണ്? മുതലാളിയാണോ? വേർന്നു. അതിന് ഖൈറുണ്ടെങ്കിൽ ആക്കിത്തരും, അല്ലെങ്കിൽ ഒരു പോരൻ്റെ ഉള്ളിലെങ്കിലും എന്നെ രാജാവാക്കും. അവിടെ 8-10 മക്കളും ഒരു രാജാവായിട്ട് ഇങ്ങനെ കസേരയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ വാപ്പ രാജാവേ, ഞങ്ങൾ പേർക്കാർക്കൊക്കെ വലിയ രാജാവായി വലിയൊരു കസേരയും സിംഹാസനത്തിനിരിക്കും പോലെയാണ് വാപ്പയിരിക്കും. വർത്തമാനങ്ങൾ പറഞ്ഞാൽ രാജാവിൻ്റെ ഓർഡർ പോലെയാണ് വർത്തമാനങ്ങളൊക്കെ. അങ്ങനെയായിരുന്നു. അത്ര ഇമ്മത്തുള്ള ആളായിരുന്നു എൻ്റെ വാപ്പ. അപ്പം രാജാവിനെ പഞ്ചായത്ത് മെമ്പർ വരെ ആയിട്ടില്ല, പക്ഷെ രാജാവിൻ്റെ സ്ഥാനത്താണ് ആള്. ഏത് പഞ്ചായത്ത് മെമ്പറും വാപ്പനെത്തൊന്നു പോകും. ഒരു രാജസ്ഥാനാണ്. അള്ളാഹുവിനോട് ചോദിച്ചോ, അള്ളാഹ് നിനക്ക് തരും. ഒരാൾ ഉദിനലഹു ദ്വാമിൻകും, ദ്വാക്കൊരാൾക്ക് സമ്മതമുണ്ടെങ്കിൽ, അതായത് നാവ് തുറന്ന് അഴിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, എനിക്ക് അള്ളാഹുവിൽ നിന്ന് ദ്വാക്ക് സമ്മതമുണ്ട് എങ്കിൽ ഫഖദ് ഫുതിഹത് ലഹു, അവന് തീർച്ചയായും തുറക്കപ്പെട്ട് കഴിഞ്ഞു. അബ്വാബ് റഹ്മ, റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞു. ശരി, ഇനി ഹദീസിൻ്റെ പൂർത്തീകരണം കൂടി കേട്ടിട്ടാൽ അവസാനിപ്പിക്കും. അവിടെയാണ് ഇനി കണക്കുള്ളത്. ഇനി എന്താ ബാക്കി? ഈ ഹദീസിൻ്റെ ബാക്കി എന്താണെന്നറിയോ?
ഒന്നും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് മിനൽ അഫ്വി വൽ ആഫിയ. ഇത് ഈ ആഴ്ച പറയേണ്ടതാണ്. മാ സഅലല്ലാഹ ഷൈഅൻ, ഒരാളും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല ഷൈഅൻ, ഒന്നിനെയും. അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ചോദിക്കുമ്പോൾ ഇഷ്ടം. അള്ളാഹുവിനോടൊന്നും ഒരാളും ചോദിച്ചിട്ടില്ല. അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ചോദിച്ചിട്ടില്ല. മിനൽ അഫ്വി, അഫുവിനേക്കാളും വൽ ആഫിയത്തി, ആരോഗ്യത്തെക്കാളും. സുബ്ഹാനല്ലാഹ്. അഫുവിന്റെ ആഴ്ച എപ്പോ 4 ദിവസം കൊണ്ട് തീരും. ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക ഒരാഴ്ച. എന്തിന്? اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. റമളാനിന്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ എന്ത് ചോദിക്കണമെന്ന് പുണ്യ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹുൽ അഫ്വ, അല്ലാഹുവോട് മാപ്പ് ചോദിച്ചോളീ. മനസ്സിലായില്ലേ? പുണ്യ നബിയും ചോദിക്കും, സഹാബികളെ കൊണ്ട് ചോദിപ്പിക്കും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ, നീ ഏറ്റവും അഫു, മാപ്പ് ചെയ്യുന്നവനാണ്. കരീമുൻ, ഏറെ ഔദാര്യമുള്ള മാന്യനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ്. ഫഅഫു അന്നി, എന്നെ തൊട്ട് മാപ്പ് ചെയ്യണമേ. നമ്മളെപ്പോലെയല്ല. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിച്ചാൽ നമ്മൾ പറയും, ഇപ്പൊ മാപ്പിനോട് ഒഴിക്കോട്. ഓ, ഹജ്ജിനെപ്പോഴും മാപ്പ് കൊടുത്തില്ല. ഹജ്ജിന് പോകാണെന്ന് മാപ്പ് വരും. ജിബിരിയിൽ വന്ന് പറഞ്ഞാൽ മാപ്പ് വരില്ല. പറഞ്ഞു മാപ്പ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ 2 അയൽവാസി പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റി കോഴിക്കോട് ജില്ലയിൽ. പലരും പറഞ്ഞു ഒരുത്തിനോട് പോയിട്ട് മാപ്പ് കൊടുക്കുന്ന മാപ്പ് കൊടുക്കുക. ഞാൻ കൊടുക്കില്ല. ഒരുത്തി ഇങ്ങോട്ട് മിണ്ടാൻ തയ്യാറാണ്, മറ്റോൾ അങ്ങോട്ട് മിണ്ടാൻ തയ്യാറില്ല. അപ്പോൾ ഇവരെന്നെ കൊണ്ട് വയലിനുണ്ട് മാപ്പ് കൊടുത്താലുണ്ടാവുന്ന പുണ്യങ്ങൾ പറയാൻ വേണ്ടി 15 കൊല്ലം മുമ്പ്. ആദ്യം ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ ചെന്നിട്ടാ പറഞ്ഞേ, എന്താ നിങ്ങൾ പറയാൻ, ഞാൻ ഇവിടെ എന്താ പറയേണ്ടത്, നിങ്ങൾ മാപ്പ് കൊടുത്താലുള്ള മാത്രം പറഞ്ഞാൽ മതി. ഈ പള്ളിൻ്റെ തൊട്ടൊരു പെണ്ണിൻ്റെ പേരുണ്ട്, ഓളെ തൊട്ട അയൽവാസിക്ക് മാപ്പ് കൊടുക്കൂല. ഞാൻ മാപ്പ് കൊടുക്കൂല. നേറി വന്നാൽ നരകല്ലേ ഇട്ടുള്ളൂ, അതെനിക്ക് പ്രശ്നമില്ല. ഞാൻ ചില വാക്കുകൾ മറക്കൂല, എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു വാക്കാണ് ഔദുബില്ല. എന്താ പറഞ്ഞേ? ഏറി വന്നാല് ഓക്കിപ്പം മാപ്പ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തേ പറയാനുള്ളൂ? മോലിയരെ നരകം കിട്ടുന്നല്ലേ? ആയിക്കോട്ടെ, എന്നാലും ഏറിയപ്പോ നരകം കിട്ടുന്നല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പൊ നിങ്ങൾ പറയാൻ പോണ? ആയിക്കോട്ടെ, ഓക്ക് മാപ്പ് കൊടുക്കൂല, നരകം കിട്ടിയാൽ വേണ്ടില്ല. ഇന്നലെ നട്ടുച്ചക്ക് ഒരു 10 മിനിറ്റ് പുറത്തിറങ്ങി നിന്ന മാപ്പ് കൊടുക്കും. ഇന്നലെ ഉച്ചക്ക് ഞാൻ നിലമ്പൂർ കൂടി പോവുക. അവൻ ജാബിറിനോട് പറഞ്ഞു, ജാബിറെ ഈ വെയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ നരകം എങ്ങനെയൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പഠിച്ചോനെ. എന്താണ് ഇന്നലെ ഉച്ചക്കുള്ള വെയിൽ അല്ലേ? എന്താ വെയിൽ പഠിച്ചോനെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നരകത്തിനെ തൊട്ട് കാക്കട്ടെ. മനുഷ്യൻ പറയാണ് എന്ത് ഏറിയപ്പോ നരകല്ലേ ഇട്ടോളൂ. അതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത്? ആയിക്കോട്ടെ, ഞാൻ നരകമായിക്കോട്ടെ, എന്നാൽ ഓക്കാൻ കൊടുക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ മാപ്പ് കൊടുക്കൂല. ആര് മാപ്പ് കൊടുക്കും? 90 കൊല്ലം തമ്മാടിത്തരം ചെയ്തിട്ട് 100 കൊല്ലം കട്ട് വ്യഭിചരിച്ച് കള്ളുടിച്ച് കുതിര വിട്ട് നടന്നിട്ട് ഒരു ദിവസം അടുക്കരിഞ്ഞു, അല്ലാ പേച്ചുപോയതാണ്, മാപ്പാക്കണേ. അപ്പം മാപ്പ് കൊടുക്കും. അടുത്ത സെക്കൻഡിൽ മരിച്ചു, സ്വർഗാവകാശിയാ. എന്ത്? അള്ളാഹുവിന് ഒരാൾ മാപ്പ് ചോദിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ള വേറൊന്നും ഇല്ല. ഒരാൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷത്തെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് നബി. ആ ഉപമയേക്കാളും വലിയൊരു ഉപമ ഞാൻ എൻ്റെ ആയുസ് കണ്ടിട്ടില്ല. ഒരാൾ അള്ളാഹുവോട് മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്നോ എന്നൊരു നബി ഉപമ പറഞ്ഞു. ഒരാൾ ഏകാന്തനായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. പോയി അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? വഴിയൊക്കെ തെറ്റി, എങ്ങനെയോ എവിടെയോ എത്തി. പിന്നെ അയാൾ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഇറങ്ങി ഒട്ടകത്തിനെ മേയാൻ വിട്ടു. അയാളുടെ കയ്യിൽ ചില്ലറ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് അയാൾ തീ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങി. ഏതായാലും വഴി തെറ്റി.
ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് വീണ്ടും വഴി തരിക. അങ്ങനെ അയാൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചപ്പോൾ അയാൾക്ക് ഉറക്കം വന്നു. അപ്പോൾ അയാൾ കടന്നുറങ്ങി. അല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾക്ക് പോകാൻ നോക്കുമ്പോൾ എവിടെ നോക്കി ഒട്ടകത്തിനെ കാണാനില്ല. മേയാൻ വിട്ട ഒട്ടകം അവിടെ ഒന്നും ഇല്ല. അയാൾ ഒട്ടകത്തിന്റെ പേരും വിളിച്ചു ഓടി. കഴിഞ്ഞ് ഇയാൾ വഴിയിലല്ല. വഴിയിലാണെങ്കിൽ വേറെ ആൾ വരുന്ന വിചാരിക്കാം. ഇയാൾ മരുഭൂമിയിൽ എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ വഴിക്ക് ഒരാൾ വരൂല. നീ ആകെ ഒരു പ്രതീക്ഷ ആരെയാണ്? ഒട്ടകപ്പുറത്ത് പരമാവധി പോയൊക്കെ ഒട്ടകത്തിന് പെട്ടെന്ന് ക്ഷീണം വരൂല. ഒട്ടകത്തിനെ കാണാനില്ല. ഓടി അയാൾ ആദ്യമൊക്കെ നടന്നു. പിന്നെ ഓടി അയാളുടെ അവസാനത്തെ ഓടി അയാൾ അവസാനം വെച്ച കാൽമലക്കൺ വീണു. ഞാമ തളർന്നുറങ്ങി. ക്ഷീണം, കഷ്ടപ്പാട്, നിരാശ അതുറങ്ങി. അങ്ങനെ ഉറങ്ങിയ റാഹത്തായി ഉറങ്ങി. അങ്ങനെ ക്ഷീണല്ലേ, അങ്ങനെ ഉറങ്ങി. എന്തോ ഒരു ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. നോക്കുമ്പോൾ അവന്റെ ഒട്ടകം അവന്റെ കാലിന്റെ ചോട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ അവൻ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? അതിനേക്കാൾ സന്തോഷമാണ് തെറ്റ് ചെയ്ത അടിമ മാപ്പ് തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുലേക്ക് വരുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാളും വലിയൊരു ഉപമ ഞാൻ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ല. വല്ലാത്ത ഉപമയാണ്. അയാളെ സന്തോഷം എത്രയാ! അയാൾ എവിടെയൊക്കെ ഓടിയിട്ട് എന്ത് കിട്ടിയില്ല, കിട്ടില്ല. പിന്നെ അയാൾ ഉറങ്ങ തളർന്നു. പിന്നെ ശബ്ദം കിട്ടി ഉണർന്നു നോക്കുമ്പോൾ അവന്റെ കാലിന്റെ ചുവട്ടിലാണ് ഒട്ടം നിൽക്കുന്നത്. അപ്പൊ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും! അതിനേക്കാളാണ് എന്ന് പറയുന്ന അടിമയുടെ കാര്യത്തിൽ അള്ളാഹു ഉണ്ടാക്കുക. എന്ത് തെറ്റിയിട്ടുണ്ടെങ്കിലും ഒന്നോട് മാപ്പ് വെച്ചല്ലോ, മതി പോയിക്കോ. ആ മാപ്പ് പറഞ്ഞ് ആ മാപ്പ് എവിടെ തീരാന്നറിയോ? എവിടെ? അല്ലാഹു അക്ബർ ശവ്വാലിൻ്റെ പിറ കാണുന്നത് വരെയും മാപ്പ് കേൾക്കണം. ആ മാപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് ആസ മാപ്പ് കിട്ടിയേക്കും. അതിന് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് പെരുന്നാൾ നിസ്കരിക്കുക. അതാണ് സന്തോഷം. മനസ്സിലായില്ലേ? അള്ളാഹുവോട് ഒന്നും ചോദിച്ചിട്ടില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. മിനൽ അഫ്വി വൽ ആഫിയ, അഫുവിനേക്കാളും ആഫിയത്തിനേക്കാളും. അഫു മാപ്പ്, ആഫിയ ആരോഗ്യം, രണ്ട് ചോദിച്ചാളാണ്. ആഫിയത്തുണ്ടെങ്കിൽ ഈ ലോകത്തിൽ രക്ഷപ്പെടും, അഫു ഉണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടും. ദുനിയാവ് ആഖിറയും ഇതെന്ന് ചോദിച്ചാൽ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. അല്ലാഹു അഫു ആഫിയത്ത് ചോദിക്കണം. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. اللهم إنك عفو كريم تحب العفو فاعف عني. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت هيلتي فأدركني. صلاة والسلام عليك يا حبيب الله. خذ بيدي قلت هيلتي فأدركني. الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت هيلتي أدركني. الصلاة والسلام عليك يا إمام المتقين. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي فأدركني. السلام عليك يا شهر رمضان. السلام عليك يا السلام عليك يا شهر رمضان. السلام عليك يا شهر رمضان. والسلام عليك يا شهر التراويح. السلام عليك يا شهر العفو والغفران. السلام عليك يا شهر العفو والغفران. السلام عليك يا
ഷഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. ഒന്ന് ചോദിച്ചു, അസ്സലാമു അലൈക യാ ഷഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. السلام عليك يا شهر العفو والغفران. السلام عليك يا شهر العفو والغفران. السلام عليك يا شهر الدعاء والاستغفار. السلام عليك يا شهر الدعاء والاستغفار. السلام عليك يا شهر الدعاء والاستغفار. السلام عليك يا شهر التلاوة والقرآن. السلام عليك يا شهر التلاوة والقرآن. السلام عليك يا شهر التلاوة والقرآن. تقبل الله منا ومنكم، تقبل الله منا ومنكم، والله عفى الله لنا الأجور. الله غفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع من قال من صميم قلبه لا إله إلا الله ومحمد رسول الله. اللهم اغفر لجميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا توفنا مسلمين. ഒരുപാട് നോമ്പിനും ഇതുപോലെ ആഫിയത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. നിന്റെ ആഫിയന്റെ വലിപ്പത്തരമാണ് മുത്തുനബി പറഞ്ഞത്. അതാണ് ഞങ്ങൾ ഈ റമളാനിലെ അവസാനത്തെ ക്ലാസ്സിൽ അവസാനം പറയുന്നത്. റബ്ബേ, ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കണമേ റബ്ബേ. സ്വന്തമുള്ള ഈ മനസ്സിന്റെ സന്തോഷം പോലെ സന്തോഷമുള്ള സവാബും ആഫുവും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഒരുപാട് റമളാൻ ആഫിയത്തിലാക്കണമേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് ഒരുപാട് റമളാനിൽ ഞങ്ങൾക്ക് കിട്ടണമേ റബ്ബേ. കഴിഞ്ഞതൊക്കെ പൂർത്തിയാക്കണമേ റബ്ബേ. ഈ റമളാൻ വന്നിട്ട് ഞങ്ങളെ വിചാരങ്ങൾ കൊണ്ടോ ഞങ്ങളെ മോശത്തരങ്ങൾ കൊണ്ടോ നിനക്കെതിരായതും ഈ റമളാന്റെ ഹുർമത്തിനോട് യോജിക്കാത്തതുമായി പലതും പറ്റിയിട്ടുണ്ട്. മാപ്പ് ചെയ്യണമേ അല്ലാ, മാപ്പ് ചെയ്യണമേ അല്ലാ, മാപ്പ് ചെയ്യണമേ അല്ലാ. ഇമാം ഇല്ലാത്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങളെ കോലെന്താണെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ആൾ ഉണ്ടാവുകയില്ല. മാപ്പ് ചെയ്യണമേ റബ്ബേ, മാപ്പ് ചെയ്യണമേ റബ്ബേ, രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ സ്വർഗീയ വാതിൽ മുത്ത റസൂലുള്ളാഹിന്റെ പിന്നാലെ അടിവെച്ച് കയറുന്ന രക്ഷപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആക്കണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആക്കണം റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൗസറോ അവിടുത്തെ ഉയത്തോ സുഹ്ബത്തോ നാളെ ഞങ്ങൾക്ക് ഹറാമാക്കരുത് റബ്ബേ. നിന്റെ ലിഖാവും ഞങ്ങൾക്ക് ഹറാമാക്കരുത് റബ്ബേ. ഈ മജ്ലിസിനെ ഖബൂലാക്കണമേ റബ്ബേ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ. الفاتحة. الحمد لله الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم. മറ്റന്നാൾ രാവിലെ 9 മണിക്കാണ് മജ്ലിസിൻ്റെ സമാപനം. ഒരു മാസമായി ഇവിടെ ക്ലാസ് നടക്കുകയാണ്. ഒരു മാസമായി. റമളാൻ 1 തുടങ്ങിയ ക്ലാസ്സാണ്. ഒരു മാസമായി ക്ലാസ്സാണ്. എന്നാൽ സമാപനം ഞായറാഴ്ച രാവിലെ 8:30 മണിക്ക്. ഞായറാഴ്ച ഈ വരുന്ന മറ്റന്നാൾ, നാളെ ശനിയും ക്ലാസ് ഉണ്ട്, ഞായറും ക്ലാസ് ഉണ്ട്. 8:30 മണിക്ക് അവസാനം തോബയുടെ പൂർത്തീകരണം പറയും ഇൻഷാ അല്ലാഹ്. ഈ കൊല്ലത്തെ പൂർത്തീകരണം പറയും. എന്നിട്ട് നമ്മൾ യാസീനോടി ദിക്ർ ചൊല്ലി ദുആ ചെയ്യും. ആ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണേ. ആണും പെണ്ണൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണേ. എല്ലാവരും മജ്ലിസിൽ മറ്റന്നാൾ 8:30 മണിക്കാണ് സമാപനം. ഒരു മാസമായി നീണ്ടു നിൽക്കുന്ന ഇൽമിൻ്റെ ഒരു വല്ലാത്ത ഒരു ഇൽമാണ്. കൊല്ലം പറഞ്ഞതെല്ലാം റബ്ബിൻ്റെ ഇവൻ്റെ വർദ്ധല്ല. ഇതൊക്കെ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ ഇവിടെ എഴുതി വെച്ച അനവധി ഇൽമ് ഈ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സമാപനമാണ് മറ്റന്നാൾ ഞായറാഴ്ച 29-ാമത്തെ നോമ്പിന് 8:30 മണി. എല്ലാവരും വന്നു ചേരണമെന്ന് അപേക്ഷിക്കുന്നു. അൽ ഫാത്തിഹ.